അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പ്രഭാതം 77. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലമൽ ഇൻസാന മാ ലം യഅലം. സദഖല്ലാഹു മൗലാനൽ അദീം. പ്രിയപ്പെട്ട കൂട്ടുകാർ, ആദ്യമായി ഭൂമി ലോകത്തേക്ക് വെളിച്ചം കണ്ട പഞ്ചവചനങ്ങളുടെ വ്യാഖ്യാനം ഇന്നത്തോടുകൂടെ തീരുകയാണ്. ഇനി സൂറത്തുൽ അലഖിലെ അടുത്ത ഭാഗം അത് ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യാം. അതിന്റെ ഇടയിലൊക്കെ വലിയ ഗ്യാപ്പുണ്ട്. ഇത് ഇറങ്ങിക്കഴിഞ്ഞ് പിന്നെ കുറേ കഴിഞ്ഞതിന്റെ ശേഷമാണ് ഇതിന്റെ അടുത്ത ഭാഗം വരുന്നത്. ആ ആയത്തുകൾ തമ്മിലുള്ള ബന്ധം എന്താണ് എന്നൊക്കെ ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം. ഇന്ന് ഈ പറഞ്ഞ 5-ാമത്തെ ആയത്തിന്റെ അർത്ഥം അല്ലമൽ ഇൻസാന മാലം യഅലം, മനുഷ്യൻ അറിയാത്ത കാര്യങ്ങൾ മുഴുവനും മനുഷ്യനെ അള്ളാഹു പഠിപ്പിച്ചു. മാലം യഅലം, അവൻ അറിയാത്തതെന്തുണ്ടോ അത് മുഴുവനും അവന് അള്ളാഹു പഠിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചതാണ് പഠിപ്പിക്കുന്നത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാം അള്ളാഹ് പഠിപ്പിച്ചു കൊടുത്തതേ അവന്റെ കയ്യിലുള്ളൂ. അവൻ അറിയാത്തതൊക്കെ അള്ളാഹു പഠിപ്പിച്ചതാണ്. അല്ലമൽ ഇൻസാന മാലം യഅലം. സൂറത്തുൻ നഹ്ലിലൂടെ അള്ളാഹു പറയുന്നുണ്ട് ഇതിന്റെ പൂർണ്ണ വിശദീകരണം. ഇത് വളരെ ചുരുങ്ങിയ വാക്കാണ്, അല്ലമൽ ഇൻസാന മാലം യഅലം എന്നത്. എന്നാൽ അതിന്റെ വിശദീകരണം സൂറത്തുൻ നഹ്ലിലെ 78-ാമത്തെ വചനം എടുത്ത് വിശദീകരിച്ചാൽ ഇതിന്റെ വ്യാഖ്യാനമാവും. വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ ലഅല്ലക്കും തഷ്കുറൂൻ. അള്ളാഹു നിങ്ങളെ നിങ്ങളുടെ ഉമ്മമാരുടെ വയറ്റിൽ നിന്നും പുറത്തേക്കിറക്കുമ്പോൾ ലാ തഅലമൂന ശൈഅ, വല്ലാഹു അഖ്റജകും, അള്ളാഹു നിങ്ങളെ പുറത്തേക്കിറക്കി, മിൻ ബുതൂനി ഉമ്മഹാതികും, നിങ്ങളുടെ മാതാക്കളുടെ വയറ്റിൽ നിന്നും നിങ്ങളെ പ്രസവിപ്പിച്ചപ്പോൾ പുറത്തേക്കിറക്കിയപ്പോൾ ലാ തഅലമൂന ശൈഅ, നിങ്ങൾക്ക് ഒരു ചുക്ക് പോലും അറിയില്ല. ഉമ്മാന്ന് പറയാൻ, ഉപ്പാന്ന് പറയാൻ പോലും അറിയില്ല, ഒന്നും അറിയില്ല. വജഅല ലക്കുമുസ് സമഅ, പിന്നീട് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങൾക്ക് കാതു തന്നു, വൽ അബ്സാറ, കണ്ണുകൾ നൽകി, വൽ അഫ്ഇദത, ഹൃദയങ്ങൾ നൽകി. എന്തിന്? ഇതൊക്കെ നിങ്ങൾക്ക് വിദ്യാസമ്പാദനത്തിന്റെ മാർഗങ്ങളാണ്, വിദ്യ സമ്പാദിക്കാനുള്ള മാർഗങ്ങളാണ്, വസീലകളാണ്. ഈ മാർഗങ്ങളിലൂടെ നിങ്ങൾ വിദ്യ സമ്പാദിച്ച് അള്ളാഹുവിനെ മനസ്സിലാക്കി അള്ളാഹുവിനെ ആരാധിച്ച് ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ അള്ളാഹുവിനോട് നന്ദിയുള്ളവരായി തീരണമെന്ന്. കണ്ടോ നിങ്ങൾ, അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അറിവ് സമ്പാദിക്കാനുള്ള മാർഗങ്ങളുടെ തർത്തീബ് അത്ഭുതകരമാണ്. ആദ്യം വജഅല ലക്കുമുസ് സമഅ, കാതു തന്നു, ചെവി തന്നു എന്നാണ് ആദ്യം പറയുന്നത്. വൽ അഫ്ഇദ, ഇതന്നെ മറ്റൊരു സ്ഥലത്ത് അല്ലാഹ് പറഞ്ഞത് കാണാം, വഅൻശഅ ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ. അവിടെയും ഇങ്ങനെ ആദ്യം കാത്, പിന്നെ കണ്ണ്, പിന്നെ ഹൃദയം. മറ്റൊരു സ്ഥലത്ത് ഇന്ന സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ, ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. അവിടെയും ആദ്യം കാത്, പിന്നെ കണ്ണ്, പിന്നെ ഹൃദയം. ചുരുക്കി പറഞ്ഞാല് എല്ലാ സ്ഥലത്തും വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. ആദ്യം കാത് പരാമർശിക്കും, ചെവി. അത് കഴിഞ്ഞാൽ കണ്ണിനെ കുറിച്ച് പറയും, അത് കഴിഞ്ഞാൽ ഹൃദയത്തെക്കുറിച്ച് പറയും. എന്താണ് ഇതിന് കാരണം? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളിൽ ആദ്യം പ്രവർത്തനം ആരംഭിക്കുന്നത് ചെവിയാണ്. കാരണം ഒരു ഗർഭസ്ഥ ശിശു, നമ്മൾ പുറത്തുനിന്ന് നടത്തുന്ന സംസാരങ്ങളൊക്കെ അത് കേൾക്കുന്നുണ്ട്. ഉമ്മ എപ്പോഴും ഗർഭിണിയായിരുന്ന കാലത്ത് നടത്തിയിരുന്ന മൂളിപ്പാട്ട് പോലും ആ കുഞ്ഞ് കേൾക്കുന്നുണ്ടെന്നാണ്. അതുകൊണ്ടാണ് ഡോക്ടർമാർ പറയുന്നത്, ഇന്നത്തെ ശാസ്ത്രജ്ഞന്മാരും പറയുന്നത് കാണാം, ഈ ജനിച്ചു വീണ കുഞ്ഞ് ഉമ്മ ഇവൻ ഗർഭത്തിലിരിക്കുമ്പോൾ സ്ഥിരമായി പാടിയ പാട്ട് കേൾക്കുമ്പോൾ കേട്ട് പരിചയമുള്ളൊരു പാട്ട് പോലെ ശ്രദ്ധിക്കും. അപ്പോൾ ഗർഭപാത്രത്തിലിരിക്കുമ്പോഴും ഇവന് കേൾവിയുണ്ട്, പക്ഷേ കാഴ്ചയില്ല. മാത്രമല്ല, വളരെ ആദ്യം മുതൽ തന്നെ അത് ഏകദേശം ഗർഭത്തിന്റെ തുടക്കത്തിൽ തന്നെ ചെവിയുടെ രൂപപ്പെട്ട് തുടങ്ങും എന്ന് ശാസ്ത്രം പരിചയപ്പെടുത്തുന്നു. പിന്നീട് കണ്ണൊക്കെ മുളക്കുന്നത് ചെവി മുളച്ചതിന്റെ ശേഷമാണ് ഗർഭസ്ഥ ശിശുവിൽ തന്നെ. ഇനി പുറത്തേക്ക് വന്നാലോ അപ്പോഴുമുള്ള അവസ്ഥ ടെ എന്ന് പറഞ്ഞാൽ ആ കുട്ടി ഞെട്ടിച്ചാടും. പക്ഷെ ആ കുട്ടിയുടെ കണ്ണിലേക്ക് വിരൽ കൊണ്ട് കുത്താൻ ചെന്നാൽ കുട്ടി കണ്ണടക്കില്ല. എന്ന് പറഞ്ഞാൽ ജനിച്ച കുഞ്ഞിന്, നവജാത ശിശു, ഇപ്പൊ എങ്ങ് പ്രസവിച്ചു വീണ കുഞ്ഞ്, ആ കുഞ്ഞിന് കണ്ണിന്റെ കാഴ്ച പ്രവർത്തനം തുടങ്ങുന്നത് ഏതാനും സമയം കഴിഞ്ഞതിന്റെ ശേഷമാണ്, ആദ്യം ഇല്ല. അതുപോലെ തന്നെ വൽ അഫ്ഇദ, ഹൃദയം,
കാരണം ചിന്താശേഷി എന്ന് പറഞ്ഞത് അപ്പോഴും ഉണ്ടാവില്ല. കുറെ കഴിഞ്ഞിട്ട് ഇപ്പം പ്രസവിച്ച കുട്ടിക്ക് മാസങ്ങൾ മാത്രം പ്രായമുള്ള, ദിവസങ്ങൾ മാത്രം പ്രായമുള്ള കുട്ടിക്ക് എന്ത് ചിന്തയാ? ചിന്ത പുരോഗമിക്കണമെങ്കിൽ കുറെ അങ്ങ് വലുതാവണം, അപ്പോഴാണ് ചിന്ത തുടങ്ങുക. അപ്പൊ അതുകൊണ്ട് ആദ്യം ചെവി, പിന്നെ കണ്ണ്, പിന്നെ ഹൃദയം. ഈ തർത്തീബിലാണ് അള്ളാഹു നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അള്ളാഹു ചോദ്യം ചെയ്യപ്പെടുന്നിടത്തും ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, കണ്ണും കാതും ഹൃദയവും ചോദ്യം ചെയ്യപ്പെടാനുള്ളതാണെന്ന് പറഞ്ഞപ്പോഴും ഒക്കെ ആ തർത്തീബ് അള്ളാഹു തആല പാലിച്ചതായി കാണാം. വല്ലാത്ത അത്ഭുതം തന്നെയാണിത്. ഈജിപ്തിലെ ഒരു ഡോക്ടർ പരിശോധിച്ചുറപ്പുവരുത്തിയതാണ്. പ്രസവിക്കുന്ന കുഞ്ഞ് ടെ എന്ന് പറയുമ്പോൾ ഞെട്ടിച്ചാടുന്നു. അതേസമയം അവന് കാഴ്ച പ്രസവിച്ച ഉടനെ പ്രവർത്തനം ആരംഭിക്കുന്നില്ല എന്ന് പറഞ്ഞു വന്നെങ്കിൽ വിശുദ്ധ ഖുർആൻ എത്ര വലിയ സത്യമാണ്. സ്വദഖല്ലാഹുൽ അദീം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ വിശുദ്ധ ഖുർആനിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മളെ നന്നാക്കി തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.